നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്ലേലി തോട്ടം സെൻറ് തോമസ് എക്യുമെനിക്കൽ ദേവാലയത്തിലാണ്. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ വളരെ ചുരുക്കം എക്യുമെനിക്കൽ ദേവാലയങ്ങളിലൊന്നാണ്. പത്തനംതിട്ട ജില്ലയിൽ പ്രത്യേകിച്ച് നമ്മുടെ നിലയ്ക്കൽ എക്യുമെനിക്കൽ ദേവാലയം വളരെ പ്രസിദ്ധമാണ്. അതിനുശേഷം അതിനോട് ചേർന്ന് പത്തനംതിട്ട ജില്ലയിലെ തന്നെ 3 ക്രൈസ്തവ സഭകൾ ഒരുമിച്ച് ആരാധന നടത്തുന്ന ഒരു ദേവാലയമാണ് ഈ കാണുന്ന സെൻറ് തോമസ് എക്യുമെനിക്കൽ ദേവാലയം. മലങ്കര ഓർത്തഡോക്സ് സഭ, മലങ്കര കത്തോലിക്ക സഭ, CSI സഭ, ഇങ്ങനെ 3 സഭാവിഭാഗങ്ങൾ ഒരുമിച്ച് ഒരേ ദിവസം വിവിധ സമയങ്ങളിലായി ആരാധന നടത്തുന്ന അപൂർവങ്ങളിലായ ചില ദേവാലയങ്ങളൊന്നാണ്. കേരളത്തിൽ പല എക്യുമെനിക്കൽ ദേവാലയങ്ങളുണ്ടെങ്കിലും പത്തനംതിട്ട ജില്ലയിൽ നമുക്ക് നിലയ്ക്കലും അതുപോലെ ഇവിടെയുമാണ് ഇങ്ങനെ ഒരുമിച്ച് ആരാധന നടത്തുന്നത്. ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കാണാം, ഒരു വനത്തോട് ചേർന്ന് കോന്നി റോഡത്തെ ബെൽറ്റ് ഫോറസ്റ്റിന് അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ദേവാലയമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വന്യമൃഗങ്ങളുടെ ആക്രമണം ഏകദേശം 6-7 മാസങ്ങൾക്ക് മുമ്പാണ് ആന ഇറങ്ങി നമ്മുടെ ഈ സെമിത്തേരികൾക്കും അതുപോലെ നമ്മുടെ പള്ളിക്കും പള്ളി അച്ഛന്മാർ താമസിക്കുന്ന പാഴ്സനേജിനും ഒക്കെ കേടുപാടുകളൊക്കെ വരുത്തി. അതിൻ്റെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു നവീകരണം കഴിഞ്ഞിട്ടിരിക്കുന്ന പള്ളിയാണ്. 50 വർഷങ്ങളുടെ ചരിത്രം ഇപ്പോൾ ഈ പള്ളിക്കുണ്ട്. ഇത് സുവർണ ജൂബിലി വർഷമാണ്. 1975 ഇപ്പോൾ നിങ്ങൾ കാണുന്നതെല്ലാം ഹാരിസൺ എസ്റ്റേറ്റിൻ്റെ ഭൂമിയാണ്. 1975 ഹാരിസൺ എസ്റ്റേറ്റിൽ അന്ന് ജോലിക്ക് എസ്റ്റേറ്റിലുണ്ടായിരുന്ന വിവിധ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് ഒരുമിച്ച് ആരാധിക്കാനായിട്ട് ഒരു ഇടമില്ലായിരുന്നു. ആ സമയത്ത് അവരൊരു കുടിലിൽ, ഞാൻ ചരിത്രം മനസ്സിലാക്കുന്ന അങ്ങനെയാണ്, ഒരു കുടിലിൽ ഒരു ലാറ്റിൻ ഫാർമസിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അവൾ ആരാധന അവർ 75 തുടങ്ങി. പിന്നീട് അന്ന് ആ സമയത്തുണ്ടായിരുന്ന 3 ക്രൈസ്തവ വിഭാഗങ്ങളും ഒരുമിച്ച് ഒരു ആരാധനാലയം വേണമെന്നുള്ള ആവശ്യം നമ്മുടെ ഹാരിസൺ എസ്റ്റേറ്റിൻ്റെ അധികാരികൾക്ക് നൽകി. അതിന് പ്രകാരമാണ് ഈ സ്ഥലം അവർ ഈ എസ്റ്റേറ്റിനകത്ത് തന്നെ ആരാധിക്കുവാനായിട്ട് ഒരു സ്ഥലം തന്നത്. ഇതിനകത്ത് തന്നെ നമുക്കറിയാം അമ്പലവും ഉണ്ട്, ഹൈന്ദവർക്ക് ആരാധിക്കുവാനുള്ള അമ്പലവും, അതുപോലെ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു മുസ്ലിം ദേവാലയവും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മതങ്ങളുടെ ഒരു ഭൂമിയായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ദേവാലയം 1997 ഇപ്പോഴത്തെ ദേവാലയം ഈ രീതിയിൽ നവീകരിച്ചത്. അതിന് മുമ്പ് ചെറിയൊരു ഓലഷെഡായിരുന്നു. അതിനുശേഷം അത് ഒരു ഓടിട്ട ഒരു ചെറിയ ദേവാലയം ഉണ്ടായതിനു ശേഷം ഇവിടുത്തെ ആളുകളുടെ വലിയ ഒരു അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഈ കാണുന്ന ദേവാലയം ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിലവിൽ 3 സഭകളിലുമായിട്ട് ഏകദേശം 45ഓളം കുടുംബങ്ങളുണ്ട്. അവർ ഒരു ദിവസം ഞായറാഴ്ച വിവിധ സമയങ്ങളിലാണ് ഇവിടെ ആരാധന നടത്തുന്നത്. ആരാധന രാവിലെ ഒരു 7 മണി മുതൽ 11 മണി വരെ ഓർത്തഡോക്സ് സഭയ്ക്ക് ആരാധന സൗകര്യമുണ്ട്. ഉച്ചയ്ക്ക്